എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. വെയിറ്റ് ഒന്ന് കുറച്ചാൽ കൊള്ളാന്ന് പറഞ്ഞു. ഒരു പൊടി കലക്കി കുടിച്ച് കൊടുക്കുന്നു. ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടാവും കേട്ടിട്ടുണ്ട്. അവളോടും കൂടി പോകണ്ടെന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഗുഡ് മോർണിംഗ് ഐശ്വര്യ. ഇപ്പൊ നമ്മുടെ ഈ ഒരു സെന്ററിലേക്ക് വരാനായിട്ടുള്ള കാരണം എന്താണ്? നമ്മുടെ സെന്ററിലേക്ക് വന്നതിന് ശേഷം എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഐശ്വര്യക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് പറയാമോ? ഓക്കെ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇവിടേക്ക് വരാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ കുറെ നാളായിട്ട് വെയിറ്റ് ലോസിനെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കുന്നത്. അതിന് കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഡോക്ടേഴ്സിന്റെ അടുത്ത് ഡോക്ടേഴ്സ് മെഡിസിൻസ് കൂടെ തന്നെ വെയിറ്റ് ഒന്ന് കുറച്ചാൽ കൊള്ളാന്ന് പറഞ്ഞു. ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കി, അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, അങ്ങനെ ഒരുപാട് ടെക്നിക്സ് ഞാൻ നോക്കി. പക്ഷെ ഒന്നും അങ്ങനെ കറക്റ്റ് ആയില്ല. പിന്നെ ഹെർബാലൈഫിനെ കുറിച്ച് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്, പക്ഷെ കേട്ടിട്ടുള്ളൊക്കെ നെഗറ്റീവ്സ് ആയിരുന്നു. കാരണം വെച്ചാൽ ഒരു പൊടി കലക്കി കുടിച്ച് കൊടുക്കുന്നു, അങ്ങനെ വെയിറ്റ് കുറയണുള്ളത്. പിന്നെ ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടാവും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, ക്ലോസ് ഫ്രണ്ട് ആണ്, പക്ഷെ അവൾ ആദ്യം പറഞ്ഞപ്പോഴൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പിന്നെ അവളുടെ ഒരു മാസം കഴിഞ്ഞപ്പോൾ മാറ്റങ്ങൾ കണ്ടപ്പോൾ ചെറുതായിട്ടൊരു വിശ്വാസം വന്നു. പക്ഷെ എന്നാൽ പോലും അവളോടും കൂടി പോകണ്ടെന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പിന്നെ അവൾ അത്രയും നിർബന്ധിച്ച്, അത്രയും ഡിയറസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രം നോ പറയാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിയത്. ഇവിടെ വന്നപ്പോ എനിക്ക് തോന്നി കുറെ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും അല്ല ശരി എന്നുള്ളത് തോന്നി. കാരണം വെച്ചാൽ നമ്മളെപ്പോഴും കേട്ടിട്ടുള്ള കാര്യങ്ങളും കാണുന്നത് തമ്മിൽ വ്യത്യാസങ്ങളുണ്ടല്ലോ. ഇവിടെ വന്നപ്പോ എൻ്റെ അടുത്ത് എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി. അതാണ് ഫസ്റ്റ് കണക്ട് ആവാനുള്ള കാരണം. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോച്ചിങ്, അതായത് ഒരു ഡയറ്റ് എങ്ങനെ കറക്റ്റ് രീതിയിൽ ഫോളോ ചെയ്യണമെന്നുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഒരു 1-to-1 ഇന്ററാക്ഷൻ നടന്നു. പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും സയന്റിഫിക് ആയിട്ട് നമുക്കത് പറഞ്ഞു തന്നു. അങ്ങനെ പറഞ്ഞൊരു കാരണം കൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി കണക്ട് ആയി. ഇപ്പൊ ഏകദേശം ഒരു 12 കിലോളം ഹെൽത്തി വെയിറ്റ് ലോസ് സംഭവിച്ചു. ഈ ഒരു വെയിറ്റ് കുറയണ ഒരു പ്രക്രിയയിൽ എന്റെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതായത് മൈഗ്രെയിൻ, PCOD, അങ്ങനെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതൊക്കെ മാറി. ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ 3 മാസത്തിൽ തന്നെ ഞാൻ എടുത്തിരുന്ന 8ഓളം മെഡിസിൻസ് എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി എൻ്റെ ഒരു കോച്ചിന്റെ സഹായത്തോട് കൂടി. ഇതൊക്കെ കാരണം എന്റെ കോച്ചാണ്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ ടോട്ടലി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.